ദിവസം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിൻ്റെ വിവാദമായ വാർത്താ സമ്മേളനത്തിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ബോധപൂർവം വിവാദങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തിയ ഷോൺ ജോർജിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ മറുപടി നൽകുന്നതിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനമാണ്. ഇതിൽ പങ്കെടുക്കുന്നത് SDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, സംസ്ഥാന സെക്രട്ടറി അൻസാരി അനാൻ, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ്. സുഹൃത്തുക്കളെ, പാർട്ടിനെ വല്ലാതെ അവഗണിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം BJPയുടെ നേതാവായിട്ട് വന്നിരിക്കുന്ന ഷോൺ ജോർജ്. ഈ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നുഴഞ്ഞു കയറി നടത്തിയ സമരമാണെന്നാണ്. അദ്ദേഹത്തിന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ജീവിക്കുന്നവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. SDPI രാജ്യത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതിലെ ഏത് സമുദായത്തിനും, ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ദളിത് സമുദായത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ആർക്കാണെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത്, ആക്രമിക്കപ്പെടുന്ന സമയത്ത് തെരുവിലിറങ്ങിക്കൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളില് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്കമാലിയിൽ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ഞങ്ങളുടെ നേതൃത്വങ്ങളോട് പ്രസംഗിച്ചത്. ഇതൊരു നുഴഞ്ഞുകയറ്റമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അല്പത്തരമാണ്, ബോധത്തിന്റെ പ്രശ്നമാണ്. സാമൂഹ്യ ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറഞ്ഞ് അപമാനിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിന് ഇതിനു മുമ്പ് ബഹുമാനായ ജസ്യൂട്ട് ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ നീതി നിഷേധം ഉണ്ടായപ്പോഴാണ് ശക്തമായ സമരം നടത്തിയിട്ടുണ്ട്. മണിപ്പൂര് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങളിൽ വ്യാപകമായി, രാജ്യത്ത് വ്യാപകമായി സമരം നടത്തിയതാണ്. അവിടെയെല്ലാം പല മേഖലകളിലും സന്ദർശിക്കുന്നതിനും അവർക്കൊക്കെ സാന്ത്വനിപ്പിക്കുന്നതിനുമൊക്കെ പാർട്ടി ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, കേരളത്തില് ഇപ്പോ BJP പുതിയ നേതൃത്വങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, പത്തനംതിട്ടയിൽ നിന്ന് തന്നെ പോയിരിക്കുന്ന ഒരു നേതാവാണ് അനൂപ് ആന്റണി. അനൂപ് ആന്റണി ഏത് സമുദായത്തിൽ, ഞാനിപ്പോ അയാളെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പത്രക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഏത് സമുദായത്തിലാണ് ഇപ്പോൾ അത് ജീവിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് വ്യക്തതയുള്ളതെന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ, പിതാവ് മുൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പോ അതിന്റെ ഒരു സ്വാധീനവും പേരിൽ എന്ത്, ഇപ്പൊ ജോർജ് കുര്യൻ ഒരു ബഹുമാനായ ബിഷപ്പുമാർ തന്നെ ചോദിച്ചതുപോലെ ജോർജ് കുര്യൻ ക്രിസ്ത്യാനിയാണെന്ന് പോലും ചോദിക്കേണ്ടി വന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരു പാർട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ഒരു സമുദായത്തിന് ഉപകാരപ്രദമാകുന്ന സമരത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമരത്തിന് ഇത്രത്തോളം ഒരു യൂദാസിന്റെ പണിയായി അല്ലെങ്കിൽ ഒരു ഒറ്റുകാരന്റെ പണിയായി മാറിക്കൊണ്ട് BJPയിൽ ഇപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ആ അഭയത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ മൊത്തം മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു രീതി അവലംബിച്ചിരിക്കുകയാണ്. അതിപ്പോ അതിനങ്ങേറ്റം ഞങ്ങൾ തള്ളിപ്പറയുന്നു. വളരെ മോശമായ, സമൂഹത്തിലെ പൊതുജനൻ അങ്ങേറ്റ അപജ്ഞയോടെ തള്ളിക്കളയുന്നതാണ് ഈ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രസ്താവനകളും. കാപട്യമാണ് ഇത്. അദ്ദേഹം തിരുത്തി പറയണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് എപ്പോഴെങ്കിലും അദ്ദേഹം തിരുത്തി പറയട്ടെ എന്ന് ഞങ്ങൾ ബലപ്പെടുത്തൊന്നുമില്ല. കാരണം എന്തായാലും ഞങ്ങൾ വളരെ സമാധാനപരമായി ചെറിയ രീതിയിലൊക്കെ നടത്തിയ സമരപരിപാടികളൊക്കെ വളരെ ലൈവായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കാൻ കൂടി ആ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട റോയ് അറക്കൽ പറഞ്ഞതുപോലെ
നിരവധി സമരങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ പിന്നെ അമ്മമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നടന്നിരുന്നു, സുൽത്താൻ ബത്തേരി നടന്നിരുന്നു, അങ്കമാലിയിൽ, അതുപോലെ തന്നെ പിന്നെ എറണാകുളത്ത് വേറെ, ഒപ്പം തലശ്ശേരി അടക്കം കോഴിക്കോടടക്കം നടന്നിരുന്നു, വയനാട്, സുൽത്താൻ ബത്തേരി. അത് പാർട്ടി ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന നയസമീപനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് രാജ്യത്തെ ക്രൈസ്തവര് പിന്നെ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അവർക്ക് അനുകൂലമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരെ ആരാണോ പീഡിപ്പിക്കുന്ന അവർക്കെതിരായ പ്രതിഷേധം സ്വാഭാവികം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ദളിതുകൾക്കെതിരെ ആക്രമണം നടന്നപ്പോൾ, മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ആക്രമണം നടന്നപ്പോൾ ഒക്കെ ഇത് സ്വാഭാവികമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തെ ഏതാണ്ട് 100-700 ജനപ്രതിനിധികളുള്ള ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനെ എന്ത് ചെയ്യുക, വക്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നുഴഞ്ഞു കയറി എന്നതാണ് BJP നേതാവ് പിന്നെ ഷോൺ ജോർജിന്റെ ആരോപണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഈ പിന്നെ ക്രൈസ്തവ സ്നേഹമുണ്ടല്ലോ, വലിയ കാപട്യമാണ്. എത്രയെത്ര അക്രമങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത്. നമുക്ക് കൂടുതൽ പറയും BJP അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമുക്ക് പറയാമല്ലോ. ഇപ്പോ തൃശ്ശൂരിൽ നിന്നൊരു MP BJPക്ക് ഉണ്ടായിരുന്നു. ആ MP ഉണ്ടായതിനു ശേഷം കേന്ദ്രമന്ത്രിയായി ആദ്യം പിന്നെ ആ സമയത്ത് ഉണ്ടായ ഒന്നാണ് പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പാസ്റ്ററെ ഇവിടെ ജബൽപൂരിൽ ആക്രമിച്ചു. ഹിന്ദുത്വ പിന്നെ ഈ സംവിധാനങ്ങൾ RSSന്റെ ഏതോ പോഷക സംഘടനകൾ ആക്രമിച്ചതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് കേന്ദ്രമന്ത്രിയോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെയോ, അങ്ങനെ കുത്തിത്തിരിപ്പ് അവിടെയും ഇവിടെയും ഉണ്ടാകും, അതായത് ക്രൈസ്തവ സമൂഹം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, ഇവിടെയും ഉണ്ടാക്കും എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. വളരെ ഗൗരവമാണ് ഇത്. BJPയുടെ അവരോടുള്ള നയമാണ്. മറ്റൊന്ന്, ഇപ്പോ അടുത്ത അവസാനം പിന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് പ്രകാരം വരുന്നത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 378 അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. 378 അക്രമങ്ങൾ. നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം 4694 അക്രമങ്ങൾ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ മാത്രം ഉണ്ടായി എന്നത് കണക്കാണ്. പിന്നെ നമുക്കറിയാം ഓരോ ക്രിസ്മസ് വേളകളിലും ഇപ്പൊ അക്രമം. കേരളത്തിലൊക്കെ കേക്ക് കൊണ്ടു കൊടുക്കും, ഉത്തർപ്രദേശിലൊക്കെയും അവന് നേരെ അക്രമം നടക്കുക. കഴിഞ്ഞ ക്രിസ്മസിൽ 14 അക്രമങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം 2024 ജനുവരി 7-ാം തീയതി ഫാദർ അനിൽ മാത്യു എന്ന് പറയുന്ന CMAയുടെ ഒരു പാസ്റ്ററെ മധ്യപ്രദേശില് അറസ്റ്റ് ചെയ്തു BJP ഗവൺമെന്റ്. എന്തിനാ? അദ്ദേഹം ചേരി പ്രദേശത്തൊക്കെ കഴിയുന്ന സാധാരണ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഹോസ്റ്റൽ നടത്തി അവിടെ വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെ സാമൂഹിക പ്രവർത്തനം നടത്തുന്നത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അക്രമം നടത്തുന്നത്. ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ഇന്നത്തെ പുതിയ വാർത്ത എന്താ? മതപരിവർത്തന നിയമം വീണ്ടും കർശനമാക്കും എന്നുള്ളതാണ്. ഒരാള് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ആർക്കും ഏത് മതവും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാവുന്ന ഒരു രാജ്യത്ത് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവരിക. ഞാനിപ്പം ഒരു ക്രൈസ്തവ മതത്തിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഛത്തീസ്ഗഡിൽ ഇപ്പൊ പുതിയ നിയമപ്രകാരം ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാം. 2 മാസത്തിന് മുമ്പേ അവിടുത്തെ അധികാരികൾക്ക് ഞാൻ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്ത് അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരു മതത്തിലേക്ക് മാറാൻ കഴിയൂ എന്ന നിയമം കർശനമായി കൊണ്ടുവരിക നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഇത് BJPയുടെ ക്രൈസ്തവ അല്ലെന്നുണ്ടെങ്കിൽ ഈ മതനിരപേക്ഷതയോടുള്ള ഒരു സമീപനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, 2024 ഫെബ്രുവരി 6-ന് ഫാദർ ഡൊമിനിക് പ്രിന്റോ അടക്കം 6 പേരെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? UP-ലാണ്. അവിടെ അറസ്റ്റ് ചെയ്തത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥന നടത്തുന്ന ഒരു ഹാൾ. ആ ഹാള് ഇവിടെ പ്രാർത്ഥന നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാരാബങ്കി എന്ന് പറയുന്ന ആ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ബജരംഗൾ മാർച്ച് നടത്തി, പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ഫാദർ അടക്കമുള്ള 6 പേരെ അവിടെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ രാജ്യത്തെ. മറ്റൊന്ന്, ആസാമില് വ്യാപകമായ പോസ്റ്റർ ഉണ്ടായി. എന്താ? ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന പരിസരത്ത് ഒരു കാരണവശാലും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉണ്ടാകരുത്, യേശുവിന്റെ പ്രതിമ ഉണ്ടാകരുത്, ഇതടക്കം പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം അവിടെ നടക്കുക. മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് 2 തവണയാണ് ക്രൈസ്തവർക്കെതിരെ സർവേ നടന്നത്. ആദ്യത്തെ സർവേയിൽ 15 ചോദ്യങ്ങളാണ് ഉണ്ടായത്. ഇപ്പൊ രണ്ടാമത് 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യങ്ങളുമായിട്ട് അവർ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് BJPയുടെ നേതാക്കളെന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ? രാജ്യത്തെ ഒരു ഭരണകൂടം അങ്ങനെ സർവേ നടത്തും. പക്ഷെ നമ്മൾ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സർവേ നടത്തി മാധ്യമങ്ങൾക്ക് അതിന്റെ ചോദ്യാവലി ചോർന്നതിന് ശേഷം അത് റദ്ദ് ചെയ്തു. അപ്പൊ എന്താണ്? അത് നിഗൂഢമായ ക്രൈസ്തവർക്കെതിരായ ഒരു നീക്കമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചോദ്യാവലി എന്താണ്? അപകടകരമായ
അവിടെ മതപരിവർത്തനം നടത്തുന്നത് എന്താണ്, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ പിന്നെ വരവ് ചെലവ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, പിന്നെ ഈ ഛത്തീസ്ഗഡിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വിഷ്ണുദേവ് സായ്, അദ്ദേഹം ഈ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ ഈ പിന്നെ നമ്മുടെ ഇപ്പൊ 2 അമ്മമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട്. വ്യാപകമായി പിന്നെ ഇവിടെ മതപരിവർത്തനം നടക്കുന്നു, അതിനെതിരെ ഞങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളാണ് വിഷ്ണുദേവ്. അത് മാത്രമല്ല, ഛത്തീസ്ഗഡില് ക്രൈസ്തവ ദേവാലയങ്ങളില് സരസ്വതി പൂജ നടത്തണമെന്ന് ബജരംഗൾ പറഞ്ഞപ്പോ അതിന് അവിടെ അധികാരികൾ ഓശാന ചെയ്തതാ. അതേ ഓശാന ത്രിപുരയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. സരസ്വതി പൂജ നടത്തണം, ഓരോ ക്രൈസ്തവ സ്കൂളുകളിലും നടത്തണമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, 2020 ജൂൺ ഒഡീഷയില് അവിടെ ഒരു ട്രെയിനില് 2 കന്യാസ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി. അവർ യാത്ര ചെയ്യുന്നവരാണ്. 18 മണിക്കൂറാണ് അവരെ ഒഡീഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ അവരെ തടഞ്ഞു വെച്ചത്. ഈ രാജ്യത്ത് നടക്കുന്നതാണ്. ഇതൊക്കെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അവരുടെ അധികാരത്തിന്റെ ഒത്താശയോട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, BJPയുടെ മഹാരാഷ്ട്രയിലെ MLA ഗോപി ചന്ദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറഞ്ഞു, BJPയുടെ MLA അയാൾ പറഞ്ഞെന്തറിയോ, ഒരു ക്രൈസ്തവനെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ പൈസ തരാം, അതിന് പിന്നെ ധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ചോദിച്ചു, BJPയുടെ ഒരു MLA അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു MLA ആയിരുന്നെങ്കിൽ എന്താണ് ആ BJPയുടെ MLA അവർ പുറത്താക്കിയിട്ടുണ്ടോ? അപ്പൊ അവിടെയാണല്ലോ ഇവരെയൊക്കെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു MLA പറഞ്ഞു എന്നുള്ളതല്ലല്ലോ, ഇന്നും അയാൾ MLA ആയി തുടരുകയാണ്. മറ്റൊന്ന്, പിന്നെ പെൺകുട്ടികൾ ഒളിച്ചോടി, മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരു സംഭവം, പെൺകുട്ടികൾ ഒളിച്ചോടി, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക. ഇത് രാജ്യത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിത് അഡ്രസ് ചെയ്യണ്ടേ? BJP ഒരു കേക്ക് കൊണ്ട് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ പോയി ഒന്ന് ഓർത്തു നോക്കണം, ഛത്തീസ്ഗഡിൽ അന്യായമായി 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന്റെ പിന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ഓർമ്മയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ആദ്യമായിട്ട് ഈ കേസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞത് SDP ആണ്. ഒരു ജാമ്യം കൊണ്ട് തീരുന്നതല്ല. അവർ ഇന്നും അവര് പിന്നെ 2 ദിവസം കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം പിന്നെ ഒപ്പിട്ട് കൊടുത്ത് ഇവർ ഇന്ന് ഇത്ര നാളിനും അവിടെ പോകാനൊക്കാത്ത നിലയിൽ കുരുക്കിയിരിക്കുകയാണ്. എന്തിന്റെ പേരില കന്യാസ്ത്രീകളെ അവരെങ്ങനെ കുരുക്കിയിട്ടിരിക്കുന്നത്? ആ ജാമ്യം കിട്ടിയത് ആഘോഷിക്കുകയാണ്. അവിടെ പോയി അവിടെ ഞങ്ങൾ ആണ് ചെയ്തത്, മുത്തം കൊടുക്കുന്നു, എന്തെല്ലാം നാടകങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മാർത്ഥതയും BJPക്ക് ക്രൈസ്തവ സമൂഹത്തോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ അക്രമങ്ങളൊക്കെ തന്നെ നടക്കുമായിരുന്നില്ല അവരുടെ ഭരണത്തിന് കീഴിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രമാണ്. അത് ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല, രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനെതിരെ, ഇവിടുത്തെ മതമില്ലാത്തവർക്കെതിരെ, അല്ലെങ്കിൽ ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കെതിരെ RSS വളരെ കൃത്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ ഈ രാജ്യത്ത്? അല്ല, ഒട്ടും സുരക്ഷിതരല്ല. നമുക്കറിയാം, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ട് ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു പഠനത്തില് ഏറ്റവും കൂടുതൽ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത്, ദിവസവും മണിക്കൂറുകൾ കൊണ്ട് ആക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണെന്നാണ്. എന്തിന്റെ പേരില്ല? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ക്രൈസ്തവ വിഭാഗത്തെ ആക്രമിക്കുന്നത് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ്, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ്. പക്ഷെ മുസ്ലിങ്ങളായി ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവര് മുസ്ലിം, എന്റെ പേര് അൻസാരി എന്നാണെങ്കിൽ ഈ അൻസാരി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് രാജ്യത്ത് രൂപപ്പെടുകയാണ്. ഈ ഒരു വലിയ രീതിയിൽ നമുക്കറിയാം, തൊട്ടടുത്താണ് പഹൽഗാമിന് ശേഷം ഒരു അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ട കൊലപാതകം എന്ന പേരിൽ അവിടുത്തെ RSSന്റെ അനുബന്ധ സംഘടനകൾ തല്ലിക്കൊന്നു. മലയാളിയാണ് അഷ്റഫ്. നമ്മൾ എത്ര പേർ ചർച്ച ചെയ്തു? നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, മുസ്ലിങ്ങളെയും നായ്ക്കളെയും ഇങ്ങോട്ട് അനുവദിക്കില്ല എന്ന് പരസ്യമായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇത്ര അപകടകരമായ ഒരു സമീപനം RSS സ്വീകരിക്കുക. മറ്റൊന്ന്, ബുൾഡോസർ രാജ്. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദിനം പ്രതി 1000കണക്കിന് പേർ ബുൾഡോസർ രാജിന് ഇരയായി വീടില്ലാതെ നാഥനില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമാണ്. മറ്റൊന്ന്, ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പേര് വെട്ടിമാറ്റുകയാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ. മസ്ജിദുകൾ ഓരോന്നോരോന്നായി UP അടക്കം പൊളിച്ചു നീക്കുകയാണ്. എന്തിന്റെ പേരില്ല? ഒരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിന്റെ പിന്നാലെ വഖഫ് കോടിക്കണക്കിന് രൂപയുടെ വഖഫുകൾ മുഴുവൻ അപഹരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു മുസ്ലിം ഒരു പ്രിൻസിപ്പളായി, ആ സ്ഥാപനം ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായി എന്നതുകൊണ്ട് മാത്രം ഒരു വാട്ടർ ടാങ്കിൽ വിഷം കലർത്തുകയാണ്. അത് ഒരു പക്ഷേ അതെങ്ങാനും ഏതെങ്കിലും കുട്ടികൾ കുടിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം അപകടം ഉണ്ടാകുമായിരുന്നു. ആരുടെ പേരിലാണ്? ഒരു മുസ്ലിം ഒരാൾ ഒരു പ്രിൻസിപ്പളായി എന്നതിന്റെ പേരിലല്ലേ ഇത്രമാത്രം വിദ്വേഷം ജ്വലിപ്പിക്കുന്ന നിലയിൽ എന്താണ് ഇവരിങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഈ രാജ്യത്ത് സമാധാനവും സ്വസ്ഥവുമല്ലേ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? സംഭലില് UP ഷാഹി മസ്ജിദ്
അവിടെ ഒരു പള്ളി അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ വരുന്നു, സർവേ നടത്തുന്നു, സർവേയെ എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു, 6 മുസ്ലിം യുവാക്കൾ അവിടെ കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ പള്ളി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. എന്താണ് UAP വെച്ച് എടുക്കുക? അപ്പൊ കോടതി പോലും പറഞ്ഞു, എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ UAP ചുമത്തുന്നത്, എന്തിനാണ് ഇദ്ദേഹത്തെ ജയിലിലിടുന്നത്, എന്ത് തെറ്റാണ് ഇദ്ദേഹം ചെയ്യുന്നത്? കോടതി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയാണ്. മറ്റൊന്ന്, UAPക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളതാണ്, നിങ്ങളൊന്ന് കണക്ക് നോക്ക്, രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതുകളുമാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങളുടെ എത്രയെത്ര നേതാക്കന്മാരെ പിന്നെ ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റിനെ ഇന്ന് ജയിൽവാസം, കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി മുതൽ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുക. എന്ത് തെറ്റാ ചെയ്ത്? ഒരാളെ അദ്ദേഹം കൊന്നതായിട്ട് റിപ്പോർട്ടില്ല. കള്ളക്കഥകൾ വെച്ചിട്ട്, കള്ള ആരോപണങ്ങൾ വെച്ചിട്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമങ്ങൾ ഉണ്ടാക്കുക, ഒരു സംസ്ഥാനത്ത് അതിക്രമിച്ച് കയറി ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക. ഇത്ര അപകടകരമായ ഒരു സാഹചര്യത്തിൽ രാജ്യം പോകുമ്പോൾ ഇവര് BJP വീണ്ടും ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ, ഷോൺ ജോർജിനെ പോലെ അല്ലെങ്കിൽ അനൂപാലിനെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ തലപ്പത്ത് വെച്ചിട്ട് എന്തോ ഒരു ഗിമ്മിക്കിലൂടെ അത് നടത്തിയെടുക്കാം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അത് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ വലിയ ഞങ്ങള് ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഒരു പക്ഷേ പിന്തുണ നൽകാറില്ല. അതൊന്നും ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ, ആ കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ വീടുകളിൽ പോയി ഞങ്ങൾ നൽകിയ സ്വാതന്ത്ര്യങ്ങളൊന്നും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതൊക്കെ BJP വളരെ കൃത്യമായി അവരത് എടുത്തു വെച്ച് ഓരോ എണ്ണം പറഞ്ഞ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിന് മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾ അത് ഫലപ്രദമാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയും ഇത്തരം അനീതികൾക്കെതിരെ, അക്രമങ്ങൾ ആരാണ് നടത്തുന്ന അവർക്കെതിരെ നിരന്തര സമരവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നിലുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും സർവ്വ പിന്തുണയും നൽകണം എന്ന് മാത്രം പറയുകയാണ്. BJPയുടെ അനുഭാവികളാണ് എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ ക്രൈസ്തവ സഭകൾ മുഴുവൻ അങ്ങനെയാണെന്നൊരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പല പ്രമുഖരായ വൈദികർ ഉൾപ്പെടെ ഇപ്പോൾ കേക്ക് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന് നന്ദി പറയാൻ പോകുന്നു, കേക്ക് കൊടുക്കാൻ പോകുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതില് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പടങ്ങളും പേരുകളും ഒക്കെ അറിയാം. ഞാൻ അവരെയൊന്നും ചെറുതാക്കി കാണിക്കുന്നില്ല. പക്ഷെ കത്തോലിക്ക സഭയുടെയോ അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ളവരോ ആരും അതിൽ പോയതായി നമ്മൾ കണ്ടിട്ടില്ല. അത് അവര് ഒരുപക്ഷെ ഒരു ഇവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ നടത്തുന്ന ഒരു വേലകളായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഈ ചില താല്പര്യങ്ങൾ, പക്ഷെ ഇവിടെ തന്നെ KCBCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ വ്യക്തമാണ്, മറ്റുള്ളവർ പറയുന്നതല്ല. ഒരു ഓർഗനൈസേഷൻ, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ പ്രസിഡന്റ് കർദിനാള് നമ്മുടെ ബാബ, അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനാണ് പറയാൻ വോയിസ്. ഇവിടെ പ്ലാമാനി പിതാവ് പറഞ്ഞിട്ടുണ്ട്, കാട്ടിൽ പിതാവ് പറഞ്ഞിട്ടുണ്ട്, പല ബിഷപ്പുമാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് KCBCയുടെ പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞത്. ഇവിടെ ചില ആളുകൾ എങ്ങനെയാണ് ഈ BJPയോടൊപ്പമാണ് സഭ എന്ന് ഞങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എരയോടൊപ്പം ഓടുകയും എരയെ തന്നെ വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി. ഈ കന്യാസ്ത്രീയിലെ തന്നെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. കേസുണ്ടാക്കിയത് അവര് തന്നെ, ജയിലിലിട്ടത് അവര് തന്നെ ഇടപെട്ട് ഇറക്കി വിടുന്നു. എന്നിട്ട് കേസ് നിലനിർത്തിയിരിക്കുകയാണ്. എവിടുന്നാണ് അവർക്ക് ജാമ്യം കൊടുക്കുന്നത്? NIA കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്. NIA കോടതിയില് ഒരു കേസ് വരണമെങ്കിൽ അതിന്റെ ഭീകരത ദൂരമാണ്. സർവ സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല NIA കോടതിയിലേക്ക് ഒരു കേസ് പോകുമ്പോൾ. സ്വകാര്യത പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഫോണിന്റെ ഉപയോഗമാണെങ്കിലും യാത്രയാണെങ്കിലും താമസിക്കുന്ന സ്ഥലം എവിടെയായിരിക്കണം എന്നെല്ലാം മുൻകൂട്ടി കോടതിയെ അറിയിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടത് നിശ്ചിത സമയത്ത് വരണം. ഇങ്ങനെയൊക്കെ ജയിലിലല്ല, പക്ഷെ എന്നാലും തടവറയിലാണ് എന്ന് പറയുന്നത് പോലെ ഓപ്പൺ തടവറയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ അൻസാരിയോട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ SDPI ആവശ്യപ്പെടുന്നത്, നേരത്തെ ആവശ്യപ്പെടുന്നത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ കേസ് പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് നീക്കം ചെയ്യണം. എന്തിനു വേണ്ടിയാണെങ്കിൽ ജോലിക്ക് വന്ന ആളുകളെ
കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് അവർ ചെയ്തത് തെറ്റ്. അതല്ലാതെ അവർ പിന്നെ ക്രിസ്ത്യൻ സഭ ഇവിടെ ചെയ്തു, മറ്റ് സഭകളെ ഒക്കെ പറയുന്നില്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കും നമ്മളിൽ പലരും ഈ പറയുന്ന ക്രിസ്ത്യൻ സഭാധികാരികളോ ക്രിസ്ത്യൻ മിഷണന്മാരോ നടത്തുന്ന സ്കൂളുകളിലോ കോളേജുകളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ആശുപത്രി ആവട്ടെ എന്ന് പലയിടത്തും നമ്മൾ പോയിട്ടുള്ളതാണ്. നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ. പക്ഷെ ഇതൊന്നും നമ്മളെ കാലഘട്ടത്തിലൊന്നും ഇതൊന്നും അല്ലല്ലോ പഠിപ്പിച്ചത്. ഈ പറഞ്ഞ രീതിയിൽ ഇവര് പറയുന്ന കാര്യങ്ങളല്ലോ നമ്മളൊക്കെ പഠിച്ചത് അല്ല. അപ്പൊ ഇതിങ്ങനെ ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കൂടെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്. രാജ്യത്ത് അങ്ങേയറ്റം മാധ്യമങ്ങളെ, കാരണം ഒരുപക്ഷെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ മേലധികാരികൾ നിശ്ചയിക്കുന്നത് പോലെ ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിൽ മീഡിയനെ മാർക്കറ്റ് ചെയ്തത് 1600 കോടി രൂപ BJP കൊടുത്തുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന നിങ്ങളുടെ പല റിപ്പോർട്ടർമാർ പോലും ജയിലിൽ പോയിട്ടുള്ളതെന്നോടാ സത്യസന്ധമായ റിപ്പോർട്ട് എഴുതിയിട്ട് വരില്ല. അപ്പൊ ഇത് നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കും ഇത് അടുത്താണ് എന്നുള്ളതാണ്. അപ്പൊ ഉള്ള കാര്യങ്ങളിൽ സത്യസന്ധമായ രീതിയിൽ നമുക്ക് വാർത്ത ജനങ്ങളുടെ മുമ്പിൽ എത്തുകയും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ